ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് 10ാം ക്ലാസ്സിന്റെ 6ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അൺട്രാവലിംഗ് ദ ജനറ്റിക് മിസ്റ്ററീസ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നമുക്കറിയാം ആക്ഷൻ ഓഫ് ജീൻ എന്ന് പറയുന്ന ഒരു ഏരിയ അല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാം ജീനിന്റെ പ്രവർത്തനം എന്താണെന്നുള്ള മക്കൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സാധനമാണ് അല്ലേ. ജീനിന്റെ പ്രവർത്തനം നമുക്കറിയാം. ജീനുകളാണ് പ്രോട്ടീൻ നിർമ്മിക്കുന്നത്. എന്ത് നിർമ്മിക്കുന്നത്? പ്രോട്ടീൻ നിർമ്മിക്കുന്നത് ആരാണ്? ജീനുകളാണെന്ന് മക്കൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ പ്രോട്ടീൻ്റെ എങ്ങനെയാണ് പ്രോട്ടീനുകൾ നിർമ്മിക്കുന്നത് എന്നാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചോ. അപ്പോൾ ഇവിടെ ആക്ഷൻ ഓഫ് ജീൻ ഇട്ടാ. അപ്പോൾ മലയാളം മീഡിയത്തിനുള്ള സാധനമുണ്ട്, അതുപോലെ തന്നെ ഇംഗ്ലീഷ് മീഡിയത്തിനുള്ള സാധനമുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കോ, മലയാളം മീഡിയം നോക്കിക്കോ. DNA പിരിഞ്ഞ് mRNA എന്ത് ചെയ്യുന്നു? ഉണ്ടാകുന്നു. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ പറയുന്നത് എന്താണ്? DNA പിരിഞ്ഞിട്ട് എന്ത് ചെയ്യാണ്? mRNA രൂപപ്പെടുകയാണ്. നമുക്കറിയാം DNA-യിൽ നിന്ന് mRNA രൂപപ്പെടുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് പറയുന്നത് എന്താണ്? mRNA എന്ത് ചെയ്യും? ന്യൂക്ലിയസിന്റെ പുറത്തേക്ക് വരണ്ടേ. അതായത് mRNA ന്യൂക്ലിയസിന്റെ പുറത്തെത്തി റൈബോസോമിൽ ബന്ധിക്കുന്നു. അതായത് mRNA എന്ത് ചെയ്യുന്നു? DNA-യിൽ നിന്ന് പിരിഞ്ഞുണ്ടായിട്ടുള്ള mRNA എന്ത് ചെയ്യുന്നു? നമ്മുടെ ന്യൂക്ലിയസിന്റെ പുറത്തേക്ക് വന്നിട്ട് എന്ത് ചെയ്യാണ്? നമ്മുടെ റൈബോസോമിൽ എന്ത് ചെയ്യാണ്? ബന്ധിപ്പിക്കുകയാണ്. ഇനി ബന്ധിച്ച് അതിനുശേഷം എന്താ സംഭവിക്കുന്നത്? നമ്മുടെ tRNA എന്ന് വിളിക്കുന്ന ട്രാൻസ്ഫർ RNA എന്ന് വിളിക്കുന്ന ആൾ എന്ത് ചെയ്യുന്നു? അമിനോ ആസിഡുകളെ റൈബോസോമിൽ എത്തിക്കുന്നു. അമിനോ ആസിഡിനെ റൈബോസോമിൽ എത്തിക്കാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? റൈബോസോം അമിനോ ആസിഡുകൾ കൂട്ടിച്ചേർത്ത് എന്തുണ്ടാക്കുന്നു? പ്രോട്ടീനുകൾ നിർമ്മിക്കുന്നു. അപ്പം നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പുകളിലൂടെയാണ് എന്തുണ്ടാക്കിയിട്ടുള്ളത്? ഈ ഒരു ടോപ്പിക്ക് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. അപ്പം മക്കൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ഈ ഭാഗം എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. അപ്പോൾ വളരെ സിമ്പിളാണ്. നമ്മൾ 4 സ്റ്റെപ്പിലാണ് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 4 സ്റ്റെപ്പുകളും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇംഗ്ലീഷ് മീഡിയം കൂടി ശ്രദ്ധിച്ചോ. ആക്ഷൻ ഓഫ് ജീൻ ആണ്. DNA അൺവൈൻസ് ആൻഡ് mRNA ഫോംസ്. നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാൻ കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക? mRNA ഫോംസ് ഫ്രം ദി DNA എന്ന് എഴുതി വെച്ചാൽ മതി. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് നോക്കിക്കോ. mRNA റീച്ചസ് ഔട്ട്സൈഡ് ദ ന്യൂക്ലിയസ് അല്ലെ. ന്യൂക്ലിയസിൽ നിന്ന് പുറത്ത് ചാടുന്നു. എന്നിട്ട് ആൻഡ് റീച്ചസ് റൈബോസോം. റൈബോസോമിൽ എന്ത് ചെയ്യുന്നു? ബന്ധിക്കുന്നു. ഇനി tRNA ട്രാൻസ്ഫേഴ്സ് അമിനോ ആസിഡ് ടു റൈബോസോംസ് അല്ലെ. അതായത് കോശത്തിന്റെ ഉള്ളിൽ നിൽക്കുന്ന കോശദ്രവ്യത്തിലുള്ള ബാക്കിയുള്ള ഏരിയകളിൽ നിന്നൊക്കെ റൈബോസോമിലേക്ക് എന്തിനെ കൊണ്ടുവരുന്നു? അമിനോ ആസിഡിനെ കൊണ്ടുവരുന്ന ആൾക്കാരാണ് ആര്? നമ്മുടെ tRNA എന്ന് വിളിക്കുന്ന ട്രാൻസ്ഫർ RNA എന്ന് വിളിക്കുന്ന ആള്. എന്നിട്ട് റൈബോസോംസ് ബൈൻഡ് ആൻഡ് അമിനോ ആസിഡ് ടു ഫോം പ്രോട്ടീൻ അല്ലെ. അപ്പോൾ റൈബോസോമുകൾ അമിനോ ആസിഡുമായിട്ട് എന്ത് ചെയ്യുന്നു? കൂടിച്ചേരുന്നു. എന്നിട്ട് അമിനോ ആസിഡുകൾ കൂട്ടിച്ചേർക്കുന്നു. എന്നിട്ട് എന്തുണ്ടാക്കുന്നു? പ്രോട്ടീൻ നിർമ്മിക്കുന്നു. പിന്നെ നമുക്കറിയാവുന്ന ഒരു പ്രോട്ടീൻ്റെ പേരുണ്ട്, മെലാനിൻ എന്നാണ് അതിൻ്റെ പേര്. ഏതാണ് മെലാനിൻ എന്ന് പറഞ്ഞാൽ? എവിടെയാണ് കാണുന്നത്? മെലാനിൻ ഈസ് എ പ്രോട്ടീൻ വിച്ച് ഗീവ്സ് കളർ ടു സ്കിൻ അല്ലെ. സ്കിന്നിന് കളർ കൊടുക്കുന്ന ഒരു പ്രോട്ടീൻ്റെ പേരാണ് ഏത്? മെലാനിൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഭാഗത്ത് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു ഭാഗമാണ്. ഏകദേശം 3 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ മക്കൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് മാത്രം എന്ത് ചെയ്യുക? എക്സാമിന് പോവുക. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ലൊരു എക്സാം ഞാൻ എന്ത് ചെയ്യുന്നു? ആശംസിക്കുന്നു. അപ്പോൾ ഗുഡ് ബൈ.